സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന LPST ഉദ്യോഗാർത്ഥികളെ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചു. രാവിലെ 10:30 വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച നടക്കുക. സർക്കാർ ഇടപെട്ട് LPST ഉദ്യോഗാർത്ഥികളെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് ഇതാദ്യമായാണ്. അപർണ കേസുണ്ട്. വിവരങ്ങളുമായി അപർണ, ഒടുവിൽ സമരം ഫലം കാണുകയാണ്. ഉദ്യോഗാർത്ഥികളുമായി ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാകുകയാണ്. എപ്പോഴേക്കായിരിക്കും ചർച്ച അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക? സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം തുടങ്ങി 37-ാം ദിവസം പിന്നിടുമ്പോൾ LPST റാങ്ക് ഹോൾഡേഴ്സിനെ ചർച്ചയ്ക്ക് സർക്കാർ വിളിച്ചിരിക്കുകയാണ്. ഇന്ന് 10:30 പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച നടക്കുക. ഇതാദ്യമായാണ് സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് ഇത്തരത്തിൽ LPST ഉദ്യോഗാർത്ഥികളെ വിളിക്കുന്നത്. സമരസമിതി ഇതുവരെ 7 തവണ സർക്കാരിനെ കണ്ടിരുന്നു. റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് 1 വർഷം പിന്നിട്ടിട്ടും നിയമനം നടക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് ഇത്തരത്തിൽ ഉദ്യോഗാർത്ഥികൾ സമരവുമായി വീണ്ടും രംഗത്തെത്തിയത്. ഇടത് സർക്കാരിന്റെ അവസാന കാലത്ത് ഉദ്യോഗാർത്ഥികൾ ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തിയിരുന്നു. 2025 മെയ് 31 പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം കുറച്ചു പേർക്ക് മാത്രമാണ് ലഭിച്ചത് എന്ന പരാതിയാണ് ഉദ്യോഗാർത്ഥികൾ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. പല ജില്ലകളിൽ നിന്നും ഇതുവരെ 1-ാം റാങ്കുകാർക്ക് പോലും നിയമനം ലഭിക്കാത്ത അവസ്ഥയാണ് ഉള്ളതെന്നും ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം മെയ് 31 LPST സ്കൂൾ അധ്യാപകരുടെ റാങ്ക് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ലിസ്റ്റ് വന്ന് 1 വർഷം പിന്നിടുമ്പോഴും നിയമനം ഇതുവരെ പലർക്കും ലഭിച്ചിട്ടില്ല എന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട്. അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കണമെന്നും ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ട്. ഡിവിഷൻ പോൾ നേരിടുന്ന അധ്യാപകരെ പ്രധാന അധ്യാപകരുടെ ഒഴിവിലേക്ക് നിയമിക്കണമെന്ന ഒരു ആവശ്യം കൂടി ഉദ്യോഗാർത്ഥികൾ വെക്കുന്നുണ്ട്. എന്തായാലും 37 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് സർക്കാർ മുൻകൈ എടുത്ത് ഇത്തരത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. കാർത്തു, ശരി, അപർണയാണ് വിവരങ്ങൾ നൽകിയത്.